Hi all, welcome back to TOS Academy's HSI Natural Science Golden Topics Discussion Series. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ടോപ്പിക്സ് ആണ് കാണാനായിട്ട് പോകുന്നത്. ടോസ് അക്കാഡമിയിൽ കേറ്ററ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST മറ്റ് PSC എക്സാംസിനൊക്കെയുള്ള ഓൺലൈൻ കോച്ചിങ്സ് അവൈലബിൾ ആണ്. ഡീറ്റെയിൽസിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഗോൾഡൻ ടോപ്പിക്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് കാണാം. എഡ്വേർഡ് സിൻഡ്രോം ക്രോമസോം നമ്പർ ഡാഷിന്റെ ട്രൈസോമി മൂലമാണ് ഉണ്ടാവുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡൗൺ സിൻഡ്രോം രോഗികളിൽ കാണുന്ന ക്രോമസോം ഘടന. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലൈൻഫിൽട്ടേഴ്സ് അവസ്ഥ ഉള്ള ആണിന്റെ ക്രോമോസോമുകളുടെ രീതി ഇപ്രകാരമായിരിക്കും. ഓക്കെ, ഈ ഒരു 3 ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് നമ്മളുടെ ജനിതക രോഗങ്ങൾ, ജനറ്റിക് ഡിസോർഡേഴ്സ്, അവിടെ തന്നെ ക്രോമോസോം തകരാറുകൾ എന്നുള്ള ടോപ്പിക്സിലാണ് ഇത്രയും രോഗങ്ങളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമ്മളുടെ ഒരു ഗോൾഡൻ ടോപ്പിക്കാണ്. മസ്റ്റായിട്ടും പഠിച്ചിട്ട് തന്നെ എക്സാമിൽ പോകേണ്ട ഒരു ഗോൾഡൻ ടോപ്പിക്കാണ് ജനിതക രോഗങ്ങൾ അഥവാ ജനറ്റിക് ഡിസോർഡേഴ്സ്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. അടുത്ത ഗോൾഡൻ ടോപ്പിലേക്ക് പോകാം. വംശനാശ ഭീഷണി നേരിടുന്ന ഗ്ലൂട്ടാടാവൺ കോറിക്ക എന്ന അപൂർവ മരത്തിന്റെ സംരക്ഷണത്തിനായി കേരളത്തിലുള്ള വന്യജീവി സങ്കേതമാണ്. ഓപ്ഷൻസ് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതം ആണ്. ഓപ്ഷൻസ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഏത് ഏരിയ ആണെന്ന് പിടികിട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ കാണേണ്ടത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ജൈവ വൈവിധ്യം എന്നുള്ള ഏരിയയിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻസിന്റെ ഫോക്കസ് പോയിരിക്കുന്നത് വന്യജീവി സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ബേസ്ഡ് ആയിട്ടാണ്. ഇതുപോലെ നമുക്ക് നാഷണൽ പാർക്കുകളെ പറ്റിയിട്ടും ബയോസ്ഫിയർ റിസർവ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗോൾഡൻ ടോപ്പിക് എന്നുള്ളത് ജൈവ വൈവിധ്യമാണ്. ജൈവ വൈവിധ്യം. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ജനിതക രോഗങ്ങൾ അഥവാ ജനറ്റിക് ഡിസോർഡേഴ്സ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ജനിതക രോഗങ്ങൾ, ജനറ്റിക് ഡിസോർഡേഴ്സ്. PSC പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ജനിതക രോഗങ്ങൾ. ജീനുകളിൽ അല്ലെങ്കിൽ ക്രോമസോമുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന രോഗങ്ങളെയാണ് ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത്, ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. 2 തരത്തിലാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ മെൻഡേലിയൻ ഡിസോർഡേഴ്സ്, മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. രണ്ടാമതായിട്ട് ക്രോമസോം തകരാറുകൾ. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിന്റെ ഫലമായിട്ട്, ഉൽപരിവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരൊറ്റ സിംഗിൾ ജീനിൽ ഉണ്ടാകുന്ന തകരാറുകളാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതേസമയം ക്രോമസോം തകരാറുകൾ എന്ന് പറയുമ്പോൾ ക്രോമസോമിന്റെ എണ്ണത്തിൽ അല്ലെങ്കിൽ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമാണ് ക്രോമസോം തകരാറുകൾ ഉണ്ടാവുന്നത്. അടുത്തതാണ് ക്രോമസോം തകരാറുകൾ. ക്രോമസോം എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ക്രോമസോം നമ്പർ നമുക്കറിയാം 46. ഹ്യൂമൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ 46 നമ്മുടെ ക്രോമസോം നമ്പർ. ഇത്തരത്തിൽ ഓരോ ജീവിയിലും ക്രോമസോം സംഖ്യകൾ കാണപ്പെടുന്നു. ഓരോ ജീവിയിലെയും ക്രോമസോം സംഖ്യ അതത് ജീവികൾക്ക് യുണീക്ക് ആയിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ക്രോമോസോമിൽ എന്തെങ്കിലും തകരാറുകൾ അല്ലെങ്കിൽ ആ ഒരു ക്രോമോസോമിന്റെ നമ്പറിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഘടനയിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഇത്തരത്തിലുള്ള രോഗങ്ങളെയാണ് നമ്മൾ ക്രോമസോം തകരാറുകൾ, ക്രോമസോം ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ക്രോമസോമുകളുടെ എണ്ണത്തിലോ ഘടനയിലോ വരുന്ന മാറ്റം മൂലമാണ് ക്രോമസോം തകരാറുകൾ ഉണ്ടാവുന്നത്. കോശവിഭജന സമയത്ത് ക്രോമാറ്റിഡുകൾ വേർപിരിയാത്തത് കൊണ്ട് ക്രോമസോമുകളുടെ എണ്ണത്തിൽ കുറവോ കൂടുതലോ ഉണ്ടാകുന്നു. ഈ അവസ്ഥയാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഇത് മോണോസോമി, ട്രൈസോമി, ടെട്രാസോമി മുതലായവയിലേക്ക് നയിച്ചേക്കാം. നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്ന ഡിസീസസ് ഒക്കെ ട്രൈസോമികളാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ഇപ്പോൾ 46 ക്രോമസോംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 23 പെയറുകളായിട്ടാണ് കാണുന്നത്, 23 പെയർ. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇപ്പോൾ 18ാമത്തെ പെയറായിട്ട് കാണുന്നിടത്ത് അഡീഷണൽ ആയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ട്രൈസോമി എന്ന് പറയുന്നത്. 3 എണ്ണം വന്നല്ലോ, 3 ക്രോമോസോം സെറ്റുകൾ അവിടെ വന്നല്ലോ. അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഇത്തരത്തിലുള്ള അന്യൂപ്ലോയിഡുകൾക്ക് ഉദാഹരണമാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ശരീരകോശത്തിൽ 46 ക്രോമസോമുകളാണ് കാണപ്പെടുന്നത്. 46 എന്ന് പറയുമ്പോൾ 23 പെയറുകൾ. ആ 23 പെയറിൽ 22 ജോഡി എന്ന് പറയുന്നത് സ്വരൂപ ക്രോമോസോംസ് ആണ്, ഓട്ടോസോമുകളാണ്. സ്വരൂപ ക്രോമോസോമുകളും
ഒരു ജോഡി എന്നുള്ളത് ലിംഗ ക്രോമോസോമുകളുമാണ്. സെക്സ് ക്രോമോസോം അല്ലെങ്കിൽ അലോസോമുകളുമാണ്. 22 ജോഡി സ്വരൂപ ക്രോമോസോമുകളും ഒരു ജോഡി ലിംഗ ക്രോമോസോമുകളും ചേർന്ന് 23 ജോഡി 46 ക്രോമോസോമുകളാണ് മനുഷ്യ ശരീരത്തിലെ കോശത്തിലുള്ളത്. എന്നാൽ വളരെ വിരളമായിട്ട് ഒരു ജോഡി ക്രോമോസോം ഉള്ള ആ ഒരു സിറ്റുവേഷനിന് പകരമായിട്ട് ആ ഒരു ജോഡിയുടെ കൂടെ ഒരു ക്രോമോസോം അധികമായിട്ട് കാണുന്നു. ഇപ്പോ ഒരു ജോഡി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണല്ലോ. അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ വരുന്നു. അപ്പോൾ അവിടെ 3 ക്രോമോസോംസ് ആയില്ലേ? അങ്ങനെയുള്ള കണ്ടീഷനെയാണ് ട്രൈസോമി. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോഡിയിൽ നിന്ന് ഒരെണ്ണം പോകുന്ന കണ്ടീഷൻ, ഒരു ക്രോമോസോം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയാകുമ്പോൾ അവിടെ ഒരൊറ്റ സിംഗിൾ ക്രോമോസോം മാത്രമാകുമല്ലോ. ആ ഒരു കണ്ടീഷനാണ് മോണോസോമി. എന്നാൽ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ ഓരോ ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ആണ്. ഈ അവസ്ഥകൾ വ്യക്തികളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം എന്നിവയൊക്കെ ക്രോമോസോമുകളിലുള്ള വൈകല്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ക്രോമോസോമൽ ഡിസോർഡേഴ്സിൽ ക്രോമോസോം തകരാറുകളിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഡൗൺ സിൻഡ്രോമിനെ പറ്റിയിട്ടാണ്. ഡൗൺ സിൻഡ്രോം ഒരു ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. സ്വരൂപ ക്രോമോസോം ആയിട്ടുള്ള 21ാമത്തെ ക്രോമോസോമിന്റെ കൂടെ ഒരു ക്രോമോസോം അഡീഷണൽ ആയിട്ട് വരുന്ന കണ്ടീഷനെയാണ് ഡൗൺ സിൻഡ്രോം എന്ന് നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം 21ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമിയാണ് ഡൗൺ സിൻഡ്രോം. ദെൻ മംഗോളിസം എന്നുകൂടി ഈ ഒരു രോഗം അറിയപ്പെടുന്നുണ്ട്. മംഗോളിസം എന്നുകൂടി അറിയപ്പെടുന്ന രോഗമാണ് ഡൗൺ സിൻഡ്രോം. ഈ ജനിതക വൈകല്യത്തിന് കാരണം 21ാമത്തെ ജോഡി ക്രോമോസോമിൽ അധികമായി ഒരു ക്രോമോസോം കാണപ്പെടുന്നതാണ്. 21ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമിയാണ്. ഈ ഒരു വൈകല്യം ആദ്യമായി വിശദീകരിച്ചത് 1866-ൽ ലാങ്ഡൺ ഡൗൺ എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനാലാണ് ഈ ഒരു രോഗത്തെ നമ്മൾ ലാങ്ഡൺ ഡൗൺ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇത്തരം വൈകല്യമുള്ളവരിലെ ശാരീരിക പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവർക്ക് ചെറിയ വൃത്താകാരത്തിലുള്ള മുഖവും ചുളിവുകളുള്ള നാവും പകുതി തുറന്ന വായും സവിശേഷ മടക്കുകളുള്ള വലിപ്പമേറിയ കൈപ്പത്തിയും ഉയരം കുറഞ്ഞവരുമായിരിക്കും അവർ. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചെറിയ വൃത്താകാരത്തിലുള്ള മുഖം, ചുളിവുകളുള്ള നാവ്, പകുതി തുറന്ന വായ, സവിശേഷ മടുക്കുകളുള്ള വലിപ്പമേറിയ കൈപ്പത്തി, ഉയരം കുറവ്. ഇത്രയും കാര്യങ്ങൾ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള പ്രത്യേകതകളാണ്. അവരുടെ ഫിസിക്കൽ ഗ്രോത്തും മെന്റൽ ഗ്രോത്തും ഒക്കെ റിട്ടാർഡഡ് ആയിരിക്കും. അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ച മുരടിച്ചതുമായിരിക്കും. ഇതൊക്കെയാണ് ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ കാണുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകൾ. ഡൗൺ സിൻഡ്രോമിന്റെ ഒരു കാരിയോടൈപ്പ് ആണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നോർമലി ഓട്ടോസോംസ് പോകുന്നു. 18ാമത്തെ ഓട്ടോസോം, 19, 20 ഓട്ടോസോംസ് ഒക്കെ പോകുന്നു. 21ാമത് നോർമൽ ആയിട്ടാണ് എങ്കിൽ 21ാമത്തെ ഓട്ടോസോം ഇങ്ങനെയാണ് കാണപ്പെടേണ്ടത്. അതേസമയം ട്രൈസോമി ഓഫ് ക്രോമോസോം 21 അതാണ് ഡൗൺ സിൻഡ്രോം. അങ്ങനെയുള്ളപ്പോൾ നമുക്കിവിടെ കാണാം 21ാമത്തെ ജോഡി ക്രോമോസോമിന്റെ കൂടെ ഒരു ക്രോമോസോം അധികമായിട്ട് വരുന്നു. ഡൗൺ സിൻഡ്രോം എന്നുള്ളത് ഒരു ജനിതക വൈകല്യമാണ്. അവിടെ 21ാമത്തെ ക്രോമോസോം അധികമായിട്ട് കാണപ്പെടുന്നു. 21ാമത്തെ ക്രോമോസോമിൽ അധികമായിട്ട് ഒരു ക്രോമോസോം കൂടി കാണപ്പെടുന്നു. അതിനാൽ ഇതിനെ നമ്മൾ ട്രൈസോമി 21 എന്ന് വിളിക്കുന്നു. ട്രൈസോമി 21. ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 45+XY അല്ലെങ്കിൽ 45+XX എന്നാണ്. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് നോർമൽ ആയിട്ട് 44+XY ആണ്. അല്ലെങ്കിൽ ഫീമെയിൽസിലാണെങ്കിൽ 44+XX ആണ്. ഇവിടെ 21ന്റെ കൂടെ ഒന്നുകൂടി വന്ന് അത് ട്രൈസോമി ആയതുകൊണ്ട് നമ്മൾ അതിനെ 45 ആയി. ഇവിടെ 45+XY ഇതൊരു മെയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ 45+XY ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഡൗൺ സിൻഡ്രോം രോഗികളിൽ കാണുന്ന ക്രോമോസോം ഘടന ഏത്? ഓക്കെ, അപ്പോൾ 45 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. 45 then XX ഇവിടെ വരുമ്പോൾ ഇവിടെ സെക്സ് ക്രോമോസോംസിൽ ഇവിടെ ഓപ്ഷൻ സിയിലും ഡിയിലൊക്കെ സെക്സ് ക്രോമോസോംസിലാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു ഇതൊരു ഓട്ടോസോം ഡിസോർഡർ ആണെന്നുള്ള കാര്യം. ദെൻ ഇവിടെയും അതെ 45+X അങ്ങനെ ഇവിടെയും സെക്സ് ക്രോമോസോമിലാണ് ഒരു ഡിസോർഡർ കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 45+XX ഇതൊരു ഫീമെയിലില് ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തിയുടെ
ക്രോമോസോം ഘടനയാണ്. ഡൗൺ സിൻഡ്രോം രോഗികളിൽ കാണുന്ന ക്രോമോസോം ഘടന എന്നുള്ളത് 45+XX ആണ്. ഇതൊരു ഫീമെയിൽ ആണ്. ക്രോമോസോമൽ ഡിസോർഡേഴ്സിൽ നമ്മൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത് എഡ്വേർഡ് സിൻഡ്രത്തെ പറ്റിയിട്ടാണ്. എഡ്വേർഡ് സിൻഡ്രത്തെ പറ്റിയിട്ടാണ്. ഇതും ഒരു ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. ഓട്ടോസോമൽ ഡിസോർഡർ എന്ന് പറയാൻ കാരണം നമുക്കിപ്പോൾ പരിചിതമാണ്. ക്രോമോസോം 1 തൊട്ട് 22 വരെയുള്ളത് ഓട്ടോസോംസ് ആണ്, സ്വരൂപ ക്രോമോസോംസ് ആണ്. അവയിൽ വരുന്ന ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ ഒരു പോയിന്റ് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ദെൻ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഇതൊരു ഓട്ടോസോമൽ ഡിസോർഡർ ആണ് എങ്കിൽ ഈ ഏത് ക്രോമോസോമിലായിരിക്കും ഇവിടെ പ്രശ്നം? ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് 21ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമിയാണ്. എഡ്വേർഡ് സിൻഡ്രോം എന്നുള്ളത് 18ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമിയാണ്. പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലേ? 21ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമി എന്നുള്ളത് ഡൗൺ സിൻഡ്രോം, 18ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമി എന്നുള്ളത് എഡ്വേർഡ് സിൻഡ്രോം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ട്രൈസോമി 18 എന്ന് ഈ ഒരു രോഗം അറിയപ്പെടുന്നു. ആദ്യമായി വിശദീകരിച്ചത് JH എഡ്വേർഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ടാണ് എഡ്വേർഡ് സിൻഡ്രം എന്ന് നമ്മൾ ഈ രോഗത്തെ വിളിക്കുന്നത്. കൂടുതലായും പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. 18ാമത്തെ ജോഡി ക്രോമോസോമിൽ ഒരെണ്ണം അധികമായിട്ട് കാണപ്പെടുന്നു. ഗ്യാമറ്റോജെനിസിന്റെ സമയത്തുണ്ടാകുന്ന നോൺ ഡിസ്ജങ്ഷൻ ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങൾക്കും ഉണ്ടാകുന്ന തകരാറുകൾ, ബുദ്ധിമാന്ദ്യം, വൃക്കയിലെ തകരാറുകൾ, ഘടനാപരമായ ഹൃദയത്തിന്റെ തകരാറുകൾ, ചെറിയ സൈസിലുള്ള തല, വികലമായ ചെവികൾ, അസാധാരണമായ ചെറിയ താടിയെല്ല് എന്നിവ ഇത്തരം വൈകല്യമുള്ളവരുടെ സവിശേഷതകളാണ്. ഈ രോഗമുള്ളവരിൽ 80% ആളുകളും 2 വയസ്സിന് മുമ്പ് തന്നെ മരണപ്പെടുന്നു. ഇപ്പോൾ എഡ്വേർഡ് സിൻഡ്രോത്തിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എഡ്വേർഡ് സിൻഡ്രോം, ട്രൈസോമി 18. ഈ ഒരു പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിൽ പഠിക്കേണ്ടത്. എഡ്വേർഡ് സിൻഡ്രോം, ട്രൈസോമി 18. നമുക്ക് ഇതിന്റെ ഒരു കാരിയോടൈപ്പ് നോക്കാം. ഈ ഒരു കാരിയോടൈപ്പിൽ ക്രോമോസോം 18 നോക്കുമ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ക്രോമോസോം കൂടി വന്നിരിക്കുന്നു. ഈ ഒരു കണ്ടീഷനാണ് ട്രൈസോമി. ഇവിടെ 18ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമിയാണ് എഡ്വേർഡ് സിൻഡ്രോം എന്നുള്ളത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എഡ്വേർഡ് സിൻഡ്രോം ക്രോമോസോം നമ്പർ ഡാഷിന്റെ ട്രൈസോമി മൂലമാണ് ഉണ്ടാവുന്നത്. നോ ഡൗട്ട് ആൻസർ എന്താണ്? 18ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമി മൂലമാണ് എഡ്വേർഡ് സിൻഡ്രോം ഉണ്ടാകുന്നത്. 18ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമി മൂലമാണ് എഡ്വേർഡ് സിൻഡ്രോം ഉണ്ടാവുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് അലോസോമൽ ഡിസോർഡേഴ്സ് ആണ്. ഓട്ടോസോംസ് നമുക്കിപ്പോൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. 1 തൊട്ട് 22 വരെയുള്ള ജോഡി ക്രോമോസോംസിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ ഓട്ടോസോമൽ ഡിസോർഡേഴ്സ്, സ്വരൂപ ക്രോമോസോമിൽ ഉണ്ടാകുന്ന തകരാറുകൾ എന്ന് പറഞ്ഞു പഠിച്ചത്. അടുത്തത് സെക്സ് ക്രോമോസോംസ് ആയിട്ടുള്ള 23ാമത്തെ ജോഡി ക്രോമോസോമിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സിനെയാണ് അലോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റിൽ നമ്മൾ പഠിക്കേണ്ടത് ക്ലൈൻ ഫിൽട്ടേഴ്സ് സിൻഡ്രോമിനെ പറ്റിയിട്ടാണ്. ക്ലൈൻ ഫിൽട്ടേഴ്സ് സിൻഡ്രോം, ക്ലൈൻ ഫിൽട്ടേഴ്സ് സിൻഡ്രോം KS എന്നറിയപ്പെടുന്നു. മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് XXY എന്നാണ്. XXY. ഓക്കെ, അപ്പൊ നമുക്കറിയാവുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്? XY എന്ന് മേലിൽ ആൺകുട്ടികളിൽ കാണുന്ന ക്രോമോസോം ആണ് XY എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ആൺകുട്ടികളിൽ അധികമായി ഒരു X ക്രോമോസോം കൂടി വരുന്നു, XXY. അപ്പോൾ അധികമായി ഒരു X ക്രോമോസോമോട് കൂടി ജനിക്കുന്ന അവസ്ഥയാണ്. ആൺകുട്ടികൾ അധിക X ക്രോമോസോമുമായിട്ട് ജനിക്കുന്ന അവസ്ഥയാണ് ക്ലൈൻ ഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്. സാധാരണയായി ഒരു പെൺകുഞ്ഞിന് 2 X ക്രോമോസോം, XX-ഉം പുരുഷന് ഒരു X-ഉം ഒരു Y അഥവാ XY ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ക്ലൈൻ ഫിൽട്ടർ സിൻഡ്രോം ഉള്ള ഒരു ആൺകുഞ്ഞില് ഒരു എക്സ്ട്രാ X ക്രോമോസോം വരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ XXY എന്നാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തികൾക്ക് കാഴ്ചയിൽ ആണിന്റെ രൂപമാണെങ്കിലും പ്രായപൂർത്തിയാകുമ്പോൾ സ്തന വളർച്ച, ഗൈനറ്റോമാസ്റ്റിയ പ്രകടമാകുന്നു. ഇങ്ങനെയുള്ളവർക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലൈൻ ഫിൽട്ടേഴ്സ് അവസ്ഥയുള്ള ആണിന്റെ ക്രോമോസോമുകളുടെ രീതി ഇപ്രകാരമായിരിക്കും. ഓപ്ഷൻസ് A 44X0, ഓപ്ഷൻ B 44XXX, ഓപ്ഷൻ C 44XXY, ഓപ്ഷൻ D 44YY. നമുക്ക് ഒരു കൺഫ്യൂഷനും ആവശ്യമില്ല. അലോസോമൽ ക്രോമോസോമിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. അഡീഷണൽ ആയിട്ട് ബോയ്സിൽ, ആൺകുട്ടികളിൽ ഒരു X ക്രോമോസോം ഉണ്ടാവുന്നു. അപ്പോൾ ഡൗട്ട് ഒന്നും വേണ്ട, ഓപ്ഷൻ C ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ C.
അലോസോമൽ ഡിസോർഡർ ആണ് ടേണേഴ്സ് സിൻഡ്രോം. ടേണേഴ്സ് സിൻഡ്രോം ഇത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ്. ടേണേഴ്സ് സിൻഡ്രോം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ്. അപ്പോൾ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം എന്നുള്ളത് ബോയ്സിലാണ്. അവരിൽ എങ്ങനെയാണ് ഒരു എക്സ് ക്രോമോസോം അഡീഷണൽ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ആണ് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം എന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ ടേണർ സിൻഡ്രോം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ്. ഇവിടെ നമുക്കറിയാം സ്ത്രീകളിൽ എങ്ങനെയാണ് സെക്സ് ക്രോമോസോം എന്നുള്ളത് എക്സ് എക്സ് ആണ്. ഇവിടെ ആ ഒരു എക്സ് ക്രോമോസോം മിസ്സിംഗ് ആണ്. ഓക്കെ, ഒരു എക്സ് ക്രോമോസോം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ വൈകല്യത്തിന് കാരണം ഒരു എക്സ് ക്രോമോസോമിന്റെ അഭാവമാണ്. ഇവരുടെ കോശങ്ങളിൽ 45 ക്രോമോസോമുകൾ മാത്രമേ കാണപ്പെടാറുള്ളൂ. സാധാരണ നമുക്ക് 46 ആണ്. 46ലെ രണ്ടെണ്ണം 23rd പെയർ എന്നുള്ളത് എക്സ് എക്സ് ആണ് ഫീമെയിൽസിൽ. ആ ഒരു എക്സ് എക്സിലെ ഒരെണ്ണമാണ് മിസ്സിംഗ്. സോ ഇവരുടെ കോശങ്ങളിൽ ആകെ 45 ക്രോമോസോമുകൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇവരിൽ അണ്ഡാശയം ഓവറി പൂർണ്ണ വളർച്ച എത്തുന്നില്ല എന്ന് മാത്രമല്ല അവ ലോപിച്ച് ഇല്ലാതാവുകയും ചെയ്യുന്നു. ഈ വൈകല്യം ബാധിച്ചവരിൽ പ്രായപൂർത്തിയായാലും ലൈംഗിക സ്വഭാവ സവിശേഷതകൾ പ്രകടമാവില്ല. ഇവരിൽ പ്രത്യുൽപാദന ശേഷി ഉണ്ടായിരിക്കില്ല. ഇതൊക്കെയാണ് ടേണർ സിൻഡ്രോമിന്റെ പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളും. ടേണർ സിൻഡ്രോം ഉള്ള വ്യക്തിയുടെ കാരിയോടൈപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. 22 ജോഡി ഓട്ടോസോംസ് എല്ലാം ഓക്കെ ആയിട്ട് കാണപ്പെടുകയും ഇവിടെ എക്സ് ക്രോമോസോം ഒരെണ്ണം മിസ്സിംഗ്, ഒരൊറ്റ എക്സ് ക്രോമോസോമേ ഉള്ളൂ. ഇതൊരു ഫീമെയിലിന് 2 എക്സ് ക്രോമോസോംസ് ആണ് വേണ്ടത്. അതിന് പകരമായിട്ട് ഒരു സിംഗിൾ എക്സ് ക്രോമോസോം മാത്രമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് 45x0 എന്നാണ്. 45x0 എന്നാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഗോൾഡൻ ടോപ്പിക്കിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ അവസാനിപ്പിച്ച് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലേക്ക് കടക്കാം. ക്രോമസോം തകരാറുകൾ 2 ടൈപ്പ് ആണുള്ളത്. ഓട്ടോസോമൽ ഡിസോർഡേഴ്സ് അഥവാ സ്വരൂപ ക്രോമസോമുകൾക്കുണ്ടാകുന്ന തകരാറുകൾ. രണ്ടാമതായി അലോസോമൽ ഡിസോർഡേഴ്സ് ലിംഗ ക്രോമസോമുകൾക്കുണ്ടാകുന്ന തകരാറുകൾ. ഓട്ടോസോമൽ ക്രോമസോംസിനുണ്ടാകുന്ന 2 തകരാറുകളാണ് നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ പഠിച്ചത്. ഡൗൺ സിൻഡ്രോം ആൻഡ് എഡ്വേർഡ് സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്നുള്ളത് 21ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമിയും എഡ്വേർഡ് സിൻഡ്രോം എന്നുള്ളത് 18ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമിയുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ അലോസോമൽ ഡിസോർഡേഴ്സിലേക്ക് കിടക്കാം. രണ്ടെണ്ണമാണ് സിലബസ് പ്രകാരം പഠിക്കേണ്ടത്. ക്ലീൻഫിൽട്ടർ സിൻഡ്രോം അല്ലെങ്കിൽ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം. ക്ലൈൻഫിൽട്ടർ സിൻഡ്രോമില് ആണുങ്ങളിൽ എക്സ്ട്രാ ഒരു എക്സ് ക്രോമോസോം വരുന്ന കണ്ടീഷൻ ആണ്. ആ ഒരു കണ്ടീഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് 44XXY. ദെൻ രണ്ടാമത്തത് ടേണർ സിൻഡ്രോം. ഇത് സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. അവിടെ എക്സ് ക്രോമോസോമിൽ ഒരു എക്സ് ക്രോമോസോം ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ 45x0 എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലേക്ക് കിടക്കാം. അടുത്ത ഗോൾഡൻ ടോപ്പിക്. എട്ടാമത്തെ മൊഡ്യൂളിലാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്നുള്ള യൂണിറ്റ് വരുന്നത്. അവിടെ ബയോഡൈവേഴ്സിറ്റിയുടെ മലയാളമാണ് ജൈവ വൈവിധ്യം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക്. കാരണം നമുക്ക് എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട് ഒരു വീഡിയോയിലൊന്നും ഈ ഒരു ഏരിയ നമുക്ക് പഠിപ്പിച്ചു തീർക്കാനാവത്തില്ല. അതുപോലെ കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ്. പക്ഷേ നമ്മൾ ഒരു ഏരിയ നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ ഈ ഒരു ഏരിയയ്ക്കൊക്കെ ഫോക്കസ് കൊടുത്താൽ തീർച്ചയായും ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ജൈവ വൈവിധ്യവുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ, അതിനുശേഷം ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടി ഈ ഒരു ഗോൾഡൻ ടോപ്പിക് സീരീസിൽ മനസ്സിലാക്കി പോകാം. ഒരു പ്രദേശത്തെ ജീനുകളുടെയും സ്പീഷീസുകളുടെയും ആവാസ വ്യവസ്ഥകളുടെയും ആകെത്തുകയാണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് WG റോസൻ ആണ് 1985-ൽ. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണല്ലോ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് WG റോസൻ ഇൻ ദ ഇയർ 1985. ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. ഇനി കൺസർവേഷനിലേക്ക് കടക്കാം. കൺസർവേഷൻ, സംരക്ഷണം. 2 രീതിയിലാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ കൺസർവ് ചെയ്യുന്നത്. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻസിറ്റു കൺസർവേഷൻ. ജൈവ വൈവിധ്യത്തെ അതിന്റെ സ്ഥലത്ത് തന്നെ എവിടെയാണോ ഒരു ചെടി വളരുന്നത് ആ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെ അതിനെ സംരക്ഷിക്കുക.
അതിനെയാണ് നമ്മൾ ഇൻസിറ്റു സംരക്ഷണം എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യത്തിന്റെ ഇൻസിറ്റു സംരക്ഷണം എന്നത് എല്ലാ ജീവജാലങ്ങളെയും, പ്രത്യേകിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെയും സസ്യങ്ങളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെയുള്ള സംരക്ഷണമാണ്. ഈ രീതിയിൽ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇൻസിറ്റു കൺസർവേഷന്റെ ഉദാഹരണങ്ങളാണ് ബയോസ്ഫിയർ റിസർവുകൾ, ദേശീയ ഉദ്യാനങ്ങൾ അഥവാ നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, കാവുകൾ. ഇതൊക്കെ ഇൻസിറ്റു കൺസർവേഷന്റെ ഉദാഹരണങ്ങളാണ്. രണ്ടാമതാണ് എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷൻ ഒരു ചെടിയെ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തെടുത്ത് അതിനെ സംരക്ഷിക്കുന്നു. എക്സാമ്പിൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓർക്കുക. നഷ്ടപ്പെട്ടു പൊക്കോണ്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പ്ലാന്റിനെ അല്ലെങ്കിൽ ഒരു ആനിമലിനെ സൂവിൽ കൊണ്ട് വളർത്തുന്നു, അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൊണ്ട് വളർത്തുന്നു. അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് അതിന് സംരക്ഷണം ഒരുക്കുന്നതിനെയാണ് നമ്മൾ എക്സിറ്റു കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷണത്തെ എക്സിറ്റു കൺസർവേഷൻ എന്ന് വിളിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെയും സസ്യങ്ങളെയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തെടുത്ത് പ്രത്യേക ക്രമീകരണത്തിൽ സ്ഥാപിക്കുകയും അവയെ സംരക്ഷിക്കുകയും പ്രത്യേക പരിചരണം നൽകുകയും ചെയ്യുന്നതിനെയാണ് എക്സിറ്റു സംരക്ഷണം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം മൃഗശാല, ക്യാപ്റ്റീവ് ബ്രീഡിംഗ്, അക്വേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, വിത്ത് ബാങ്കുകൾ, ക്രിയോ പ്രിസർവേഷൻ. ക്രിയോ പ്രിസർവേഷൻ തണുപ്പിൽ ഏറ്റവും കുറഞ്ഞ താപനിലയിൽ സംരക്ഷിക്കുന്നതിനെയാണ് ക്രിയോ പ്രിസർവേഷൻ എന്ന് വിളിക്കുന്നത്. ബയോസ്ഫിയർ റിസർവ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. ഇത് നിലവിൽ വന്നത് യുനെസ്കോയുടെ മാപ്പ് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ബയോസ്ഫിയർ റിസർവുകൾ നിലവിൽ വന്നത്. ബയോസ്ഫിയേഴ്സ് ആയിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരുപാട് കാടുകളും കാവുകളും ഉൾപ്പെടുന്ന നാഷണൽ പാർക്കുകളും ഒക്കെ ഈ ഒരു ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ ഒരു വലിയ ഭൂപ്രകൃതിനെ അവിടുത്തെ കൾച്ചറൽ ബേസ്ഡ് ആയിട്ടും പാരിസ്ഥിതിക ബേസ്ഡ് ആയിട്ടും എൻവയോൺമെന്റൽ ബേസ്ഡ് ആയിട്ടും കൾച്ചറൽ ബേസ്ഡ് ആയിട്ടും എക്കോണമി ബേസ്ഡ് ആയിട്ടൊക്കെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോക്കസ്ഡ് ആയിട്ട് സംരക്ഷിക്കുന്നതിനെയാണ് ബയോസ്ഫിയർ റിസർവ്സിലൂടെ മീൻ ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ആണ് കർണാടകത്തിലും കേരളത്തിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ദെൻ തമിഴ്നാട്ടിലും കേരളത്തിലും കൂടി സ്ഥിതി ചെയ്യുന്നതാണ് അഗസ്തിമല ബയോസ്ഫിയർ റിസർവ്. ഇവ രണ്ടുമാണ് കേരളത്തിന്റെ 2 ബയോസ്ഫിയർ റിസർവുകൾ. വന്യജീവി സങ്കേതങ്ങളെ പറ്റി മനസ്സിലാക്കാം. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് വന്യജീവികളുടെ വംശനാശം തടയുന്നതിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വന്യമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് വന്യജീവി സങ്കേതങ്ങളിൽ ജീവികളെ സംരക്ഷിച്ചിരിക്കുന്നത്. അവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്താതെയാണ് നമ്മൾ ഈ ഒരു വന്യജീവി സങ്കേതങ്ങളെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിക്കുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം. ചെന്തുരണി ആ ഒരു പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം ആണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക. ഗ്ലൂട്ട ട്രാവൻകോറിക്ക. ഈ ഒരു പേരിലാണ് ഈ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം അറിയപ്പെടുന്നത്, ചെന്തുരണി വന്യജീവി സങ്കേതം. ഇത് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. HSA നാച്ചുറൽ സയൻസ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ആൻസർ ചെന്തുരണി വന്യജീവി സങ്കേതം. പ്ലാന്റ് ചെന്തുരണി അഥവാ ഗ്ലൂട്ട ട്രാവൻകോറിക്ക. നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതവുമാണ് ചിന്നാർ വന്യജീവി സങ്കേതം എന്നുള്ളത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ഏത് വർഷമാണ് ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത്? 2010 പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇതുപോലെ ക്വസ്റ്റ്യൻസിന് ഫോക്കസ് കൊടുത്തിട്ടാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്നുള്ള ഒരു ഏരിയ പഠിക്കേണ്ടത്. നാഷണൽ പാർക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ചില പോയിന്റ്സുകൾ നോക്കാം. വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അതുപോലെ വർഷത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബൈലാന്തസ് കുന്തിയാന. സ്ട്രോബൈലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നാണ് ഈ ഒരു സ്ട്രോബൈലാന്തസ് കുന്തിയാന, നീലക്കുറിഞ്ഞി
അറിയപ്പെടുന്നത്. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. IUCN റെഡ് ലിസ്റ്റില് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ് നീലക്കുറിഞ്ഞി ഉൾപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇതൊരു മോഡലായിട്ട് എടുക്കുവാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ദേശീയോദ്യാനങ്ങളെയും അവ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നിലവിൽ വന്ന വർഷം. ജിം കോർബറ്റ് ദേശീയോദ്യാനം നിലവിൽ വന്നത് 1936 ആണ്. അവിടുത്തെ സംരക്ഷിത മൃഗം എന്നുള്ളത് കടുവയാണ്. കടുവയുടെ സംരക്ഷണം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പോൾ ഇതൊരു മോഡലായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? നാഷണൽ പാർക്കുകൾ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു, ഏത് വർഷം നിലവിൽ വന്നു, ഏത് ജീവിയുടെ സംരക്ഷണത്തിനായിട്ടുള്ളതാണ്. ഈ ഒരു കാര്യങ്ങൾക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കണം. കാരണം പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷിത പ്രദേശമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അസമിൽ സ്ഥിതി ചെയ്യുന്ന കാസിരംഗ നാഷണൽ പാർക്ക് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ടുള്ളതാണ്. ഇന്ത്യൻ കാണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റൈനോസേഴ്സ് ആണ്. റൈനോസേഴ്സ് യൂണിക്കോർണസ്. ഒറ്റക്കൊമ്പിന്റെ സാന്നിധ്യത്താൽ ഇത് മറ്റ് കാണ്ടാമൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഏരിയാസ് മനസ്സിലാക്കി. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്ന് കാണാം. ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കമന്റ് സെക്ഷനിലൂടെ രേഖപ്പെടുത്തുക. 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ആൻസർ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസിറ്റു സംരക്ഷണത്തിന് ഉദാഹരണങ്ങൾ. ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾസ്. നമ്മൾ പല എക്സാമ്പിൾസ് പഠിച്ചു. ആ എക്സാമ്പിൾസ് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നത്. ടീച്ചേഴ്സ് അക്കാഡമിയിൽ കേറ്റഡ്, സെറ്റ്, നെറ്റ്, HSA, HSST മറ്റ് എക്സാംസിനൊക്കെ ആയിട്ടുള്ള PSC എക്സാംസിനൊക്കെ ആയിട്ടുള്ള കോച്ചിങ്സ് അവൈലബിൾ ആണ്. അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.